എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് സോയ ചങ്ക്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് സോയ കീമ. മടിയുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതേപോലെ തന്നെ ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ താമസിക്കുന്നവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇതിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റാം. അടുത്തതായിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയൊന്ന് ചൂടാകുമ്പം ഇതിലേക്ക് നമുക്ക് അല്പം ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണ്. ഇതേപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് സവാള അരിഞ്ഞതാണ്. ചെറുതായി അരിഞ്ഞു വേണം സവാള നമ്മൾ എടുക്കാൻ. ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമുക്കിതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ അത് പെട്ടെന്നൊന്ന് വഴന്നു വരും. ഇപ്പോൾ പകുതി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അല്പം തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന സോയ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിഴിഞ്ഞതിൻ്റെ വെള്ളം നന്നായിട്ട് കളയണം. ഇപ്പോൾ ഞാൻ വെള്ളം എല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ ഒന്ന് മിൻസ് ചെയ്തെടുക്കത്തില്ല, അതേപോലെ തന്നെ. ഇതിപ്പോൾ വഴഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. അതേപോലെ നിങ്ങളുടെ ഈ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഒരല്പം അതുകൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ ഇത് അധികം ആർക്കും അങ്ങനെ ഇഷ്ടമുള്ള സാധനം ആയിരിക്കത്തില്ല സോയ ചങ്ക്സ്. പക്ഷെ ഇതേപോലെ ഒന്ന് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ. അതേപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ ഈ മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇനി നമുക്കിതിലേക്ക് ആ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന സോയ ചങ്ക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒന്നാണ് സോയ ചങ്ക്സ്. അപ്പോൾ ഈ നോൺ വെജ് ഒന്നും അധികം കഴിക്കാത്തവർക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കുന്നത് നല്ലതാണ്.
ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചപ്പാത്തിയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളാണെങ്കിലും കഴിച്ചോളൂ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇനി നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ അവസാനമായിട്ടൊരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ സോയ കീമ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് സോയ കീമ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്.